നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ പ്രീമിയം ഐറ്റംസിൻ്റെ വളരെ സൂപ്പറായിട്ടുള്ള ഐറ്റംസിൻ്റെ ഡിസ്കൗണ്ട് സെയിലാണ്. പ്രീമിയം സാരീസാണ്, പ്രീമിയം കളക്ഷൻസ്. റോസ് സിൽക്ക്, സിൽക്കി ടെസർ, പ്യുവർ ബ്രാസോ, ടെസർ, ഇത്രയും ആണ് കാണിക്കുന്നത്. ഏകദേശം അതിൻ്റെ ആക്ച്വൽ റേറ്റിൽ നിന്നും ഏകദേശം 50% അല്ലെങ്കിൽ മിനിമം 1000 റുപ്പീസെങ്കിലും റേറ്റ് ലെസ്സാക്കിയിട്ടാണ് ഓഫറിൽ ഇടുന്നത്. ഇതിനകത്തെല്ലാം സിംഗിൾ പീസസേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു സാരി ആണെങ്കിൽ ഈ ഒരു സാരിയുടെ ഈ ഒരൊറ്റ പീസസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സാരി കാണാം കേട്ടോ. ഇത് റോസ് സിൽക്കാണ് ഫാബ്രിക്ക്. നമുക്ക് ഫുള്ള് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുകയാണ്. ഗോൾഡ് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു മെഹന്തി ഗോൾഡാണ് കേട്ടോ. കറക്റ്റ് അങ്ങ് ഭയങ്കരമായിട്ട് തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഗോൾഡല്ല, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരി. റോസ് സിൽക്കാണ് സ്റ്റഫ്. കണ്ടോ, നല്ല ഒരു ടീൽ ബ്ലൂവിൻ്റെ ഷെയ്ഡ്. ഈ സാരിയുടെ 4 കളറുകളുണ്ട്. 4 കളറുകളുണ്ടെന്ന് പറയാം. 4 പീസസ് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഡിസ്കൗണ്ട് സെയിലിൽ. അപ്പം ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് ഞാൻ പറഞ്ഞുതരാം. സാരി ആദ്യം ഫുള്ളൊന്ന് കാണിക്കാം. കണ്ടോ, ഫുള്ള് സാരിയും ഇങ്ങനെ തന്നെയാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, ഫുള്ളും ഇത്രയും വർക്ക്. റോസ് സിൽക്കിൻ്റെ സ്റ്റഫിന് നമുക്ക് തന്നെ അറിയാം 1000-ന് മേലെയാണ് പെർ മീറ്ററിന് റേറ്റ് റോസ് സിൽക്കിൻ്റെ മെറ്റീരിയലിന്. അങ്ങനെയുള്ള സാരിയിൽ ഇത്രയും വർക്ക് ഫുള്ള് ചെയ്തിരിക്കുക. ഇത് കണ്ടോ, ഏറ്റവും ഉള്ളിൽ പോകുന്ന ഭാഗത്ത് ഇല്ല. പിന്നെ ബ്ലൗസാണ് ഇത് പ്ലെയിൻ. ഉണ്ടോ, നല്ല രസമല്ലേ? ഇതാണ് സാരി കേട്ടോ. റേറ്റ് ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് പ്ലെയിനാണ് കേട്ടോ. ഈ ഒരു സെയിം തന്നെ പ്ലെയിന്. ബോഡിയെ നിറച്ചും വർക്കുണ്ട്. നല്ല സാരിയാണ്. ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത് 3290 രൂപയുടെ സാരിയാണ്. ഇപ്പോഴത്തെ റേറ്റ് 2290 രൂപ. അടുത്ത അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ. കണ്ടോ, നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഈ നോമ്പ് കാലമൊക്കെ കഴിഞ്ഞിട്ട് ഫംഗ്ഷനുകളൊക്കെ, കല്യാണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനുകളോ, ഇനി ഒരു ഫംഗ്ഷനും ഇല്ലെങ്കിൽ പോലും റോസ് സിൽക്കിൻ്റെ ഒക്കെ സാരി ഈ റേറ്റിലൊക്കെ കിട്ടുക എന്ന് പറയുന്നത് നല്ല ലോട്ടറി തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പ്യുവർ റോസ് സിൽക്കിൻ്റെ റേറ്റ് അറിയാവുന്നവർക്കറിയാം. ഇത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. മുന്താണിയും എല്ലാം ഇങ്ങനെ തന്നെയാണ്, നല്ല ടാസിലും എല്ലാം പിടിപ്പിച്ച് സാരി. അടുത്ത ഷെയ്ഡ്. ഇതിൻ്റെ ഒന്നും അധികം പീസസ് ഇല്ല കേട്ടോ, സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ. അടുത്തത് ഇത് ഓനിയൻ പിങ്ക്. നല്ല കളറാണ് കേട്ടോ, നല്ല പേസ്റ്റൽ കളറ്. ഈ കളർ തന്നെയാണ് കിട്ടുന്നത്. കണ്ടോ, നല്ല സാരിയാണ്. ആ സിൽക്കിൻ്റെ ആ റേറ്റ് ഫീല് നമുക്ക് നല്ലതായിട്ട് കിട്ടും. കണ്ടോ, ആർക്ക് ഏത് കളർ ടോണിലുള്ളവർക്കും ചേരുന്ന കളറും സ്റ്റഫും എല്ലാമാണ്. പ്രായം ഒന്നും ബാധകമല്ല ഇതിന്. 3290. ഇപ്പോഴത്തെ റേറ്റ് 2290. ഇതാ പീച്ച്. 4 സാരിയാണെന്ന് തോന്നുന്നു. പീച്ച് റോസ് മിക്സ് ആയിട്ടുള്ള നല്ലൊരു കളർ. പീച്ചാണ് അല്ലേ, കൂടുതൽ പറഞ്ഞാലും പീച്ചല്ലേ. ഇതാ നോക്ക, ബോഡിയിലോട്ട് വെച്ച് നിങ്ങൾ നോക്കി എന്നാ രസം നോക്ക്. എന്ത് രസമാണ് അത്. ഇതിപ്പോൾ ഞങ്ങൾ ശരിക്കും ഷോപ്പിൽ ഇത് ഓഫർ സെയിൽ ഇട്ടിട്ടില്ല കേട്ടോ. ഷോപ്പിൽ ഓഫർ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഡയറക്റ്റ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കണ്ടാക്കാന്ന് വെച്ചാൽ ആൾക്കാർ കൊത്തി പറിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്ന പോലെ. സത്യമായിട്ട് പറയുന്നില്ല. ഇനി ഇത് നമ്മുടെ ടെസറിൻ്റെ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു സാരി. ഇതാ ഇതിന് കോപ്പർ ബോർഡർ വന്നിട്ട് കട്ട് വർക്കും കൂടെ കൂടിയിട്ടുള്ള സാരി. എന്താ രസം നോക്കുക. ഇതും നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റേറ്റ് 2290 തന്നെയാണ്. ഈ ഒറിജിനൽ റേറ്റ് 3290. കണ്ടോ, ഫുൾ ബോഡി ബുട്ടായി ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരി. ടസറാണ് സ്റ്റഫ്. ബ്ലൗസ് പ്ലെയിൻ തന്നെ. ഇങ്ങനെ വരുന്ന ബോഡിയെ ബുട്ടാസ് വരുമ്പം ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് വരും. ബ്ലൗസിൻ്റെ കയ്യിൽ വയ്ക്കാനായിട്ട് ഈ ഒരു ഇതുണ്ട്, ബോർഡറുണ്ട്. കണ്ടോ, ബ്ലൗസിൻ്റെ കയ്യിൽ ചെയ്യാനായിട്ട്.
ആ ബോർഡർ ബ്ലൗസിൻ്റെ കയ്യിലോട്ട് വരുമ്പോൾ അവിടെ കട്ട് വർക്കില്ല, കട്ട് വർക്കിൻ്റെ ആ ഒരു ഷേപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ സാരിയുടെ ബോർഡർ വരുമ്പോൾ അതിന് ഇതുണ്ട്, കട്ട് വർക്കുണ്ട്. കട്ട് വർക്ക് ചെയ്ത സാരികളുടെ റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ ഇതിനിപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസ് 2290. അതാണ് സ്ക്രീനിൽ എഴുതിയേക്കുന്ന പ്രൈസ്. അതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 3290 രൂപ. ഒനിയൻ പിങ്ക് കോപ്പറാണ്, കോപ്പർ ത്രെഡിൻ്റെ എംബ്രോയ്ഡറിയാണ് ചെയ്തിരിക്കുന്നത്. ബ്ലൗസ് ഇത് പ്ലെയിൻ വന്നിട്ട് കയ്യിൽ ഈ ഒരു ബോർഡർ. ഇനി വീണ്ടും ഒരു കട്ട് വർക്ക് സാരി, അടിപൊളിയായിട്ടുള്ള സാരി കേട്ടോ. കണ്ടോ, ഇതും റോസ് സിൽക്കാണ് സ്റ്റഫ്. ഞാൻ റോസ് സിൽക്ക് എല്ലാം എടുത്ത് പുതിയ ഐറ്റംസ് വന്നപ്പോൾ പഴയതെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ഇത്ര നാളിന് മുന്നേ വന്നതിനെല്ലാം എൻ്റെ ഒരു പോളിസി പണ്ടോട്ടേ അങ്ങനെ ഒരു പോളിസിയാണ്. ഞാൻ ഇത്ര നാളിൽ കൂടുതൽ കടയിൽ അത് വെച്ചുകൊണ്ടിരിക്കത്തില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഡിസ്കൗണ്ട് സെയിൽ അടിച്ച് പുറത്തു വിടും. ഒരാളെയും ഇവിടെ ഇങ്ങനെ പ്രതിഷ്ഠ വെച്ച പോലെ ഇരിക്കാൻ സമ്മതിക്കില്ല. പുതിയ ആൾക്കാർ വരണം, പുതിയതായിട്ട് പുതിയ ട്രെൻഡ്സ് വരണം. എല്ലാ ആഴ്ചയിലും ഞങ്ങൾക്ക് പുതിയ ഐറ്റംസ് വരും. ഇതാ കണ്ടോ, ഇതാണ് ഇതിൻ്റെ ത്രെഡ്. കണ്ടോ, ക്രോസ് സ്റ്റിച്ച് ത്രെഡെന്ന് എന്തൊക്കെ എനിക്ക് നല്ല ഇതില്ലാതെ ഇരിക്കുന്നത്. എന്നാ കട്ട് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ക്രോസ് സ്റ്റിച്ചും കൂടെ ചെയ്തിരിക്കുക. എത്രമാത്രം പണിയെടുത്ത സാരി ആയിരുന്നു നിങ്ങൾ നോക്ക്. നല്ല ഹെവി ആയിട്ടുള്ള റേറ്റ് ഫീൽ ചെയ്യിക്കുകയും ചെയ്യും, റേറ്റിനുള്ള പണിയും ഉണ്ട്. ഇതാണ് മുന്താണി. മുന്താണിയിലാണ് ഈ ഒരു വർക്കും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത്. വില പറയാവേ, വില ഇത് സെയിം ആണെന്ന് എനിക്ക് 3290, 2290. ഇന്നെടുത്ത് വെച്ചത് അതെ 2290. ഒറിജിനൽ റേറ്റ് 3290. കണ്ടോ, ഇത് മുന്താണി. ബോഡി വരുമ്പോൾ ആ ഒരു കട്ട് വർക്കില്ല, ഇങ്ങനെ ക്രോസ് സ്റ്റിച്ച് ഫുള്ള് ചെയ്തിരിക്കുക. കളറ് ചോദിച്ചാലുണ്ടല്ലോ, എന്നാന്ന് ഇതിൻ്റെ കളർ പറയുന്ന ഒരു ബേജ് കളറോ ഒരു ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ബേജ് കളർ. നല്ല കളറാണേ, നല്ല പേസ്റ്റൽ കളറാണ്. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ, സെയിം തന്നെ പ്ലെയിൻ. കണ്ടോ, ഇതാണ് ബ്ലൗസ്. ബ്ലൗസിന് വർക്കൊന്നുമില്ല. ഉണ്ടോ, ബോഡിയിലുണ്ട്. ഇതിൻ്റെ ബോർഡറിൻ്റെ സൈഡിൽ കൂടെ കണ്ടോ ഇങ്ങനെ ഒരു പൈപ്പിംഗ് എല്ലാം ചെയ്ത്. ഈ സാരി ഇത് ക്രോസ് സ്റ്റിച്ചാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. നല്ല എംബ്രോയ്ഡറിയുടെ വർക്ക് വെച്ച് ക്രോസ് സ്റ്റിച്ചായിട്ട് ചെയ്തിരിക്കുക. അതിനുണ്ടല്ലോ ആ ഒരു പൈപ്പിങ്ങും എല്ലാം കൊടുത്ത് നല്ലപോലെ പണിയെടുത്തെടുത്ത ദിവസങ്ങൾ എടുത്ത് ചെയ്ത സാരി. ഒരു ഡബിൾ ഷെയ്ഡ് ഫീൽ തോന്നി കേട്ടോ. ഇനി അടുത്തത് ഇതാ ടെസറിൻ്റെ തന്നെ മറ്റൊരു സാരി. കണ്ടോ, ഫുൾ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. നല്ലൊരു സാരി. ഇതിനൊന്നും ഒരിക്കലും ഡിമാൻഡ് പോകത്തില്ല. ടെസർ വിത്ത് എംബ്രോയ്ഡറി ഇതിനൊന്നും ഒരിക്കലും ഏത് കാലത്തും ഡിമാൻഡോ കാര്യങ്ങളോ ഒന്നും പോകത്തില്ല. എന്നും ആൾക്കാർക്ക് എന്നും എല്ലാ ഗെറ്റപ്പോടും കൂടി എല്ലാ പ്രൗഢിയോടും കൂടി നിലനിൽക്കുന്ന ഒരു സാരിയാണ്. ലൈറ്റ് ഒരു ബേബി പിങ്ക് കളർ എന്ന് പറയാം സാരിയുടെ കളറ്. എന്നിട്ട് ഡാർക്ക് പിങ്കും ഒലീവ് ഗ്രീനും കൂടെ കൂടിയ ഇതാണ് എംബ്രോയ്ഡറിക്ക് വരുന്നത്. ഇതുകൊണ്ട് എംബ്രോയ്ഡറി എന്ന് വെച്ചാൽ ഇത് മുന്താണിയുടെ ഭാഗമാണ് ഞാൻ ഈ കാണിക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ എപ്പോഴും പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ, ഇത് ചിലർ ഡാമേജ് അത് തെറ്റിദ്ധരിക്കും. കട്ട് വർക്ക് എംബ്രോയ്ഡറി വർക്ക് ഇതെല്ലാം ബോർഡറെ വന്നേക്കുന്നതിനെല്ലാം ഇങ്ങനെ ഒരു എൻഡ് ഉണ്ട്. ആ എൻഡ് വന്ന് ഇങ്ങനെ ഒരു ഇത് വരും. അതിൻ്റെ മിച്ചം ഭാഗത്തോട്ട് അകത്തേറ്റവും ഉള്ളിൽ പോകുന്ന ഭാഗമാണ്. ഈ ബ്ലൗസ് പ്ലെയിനാണ്. ബ്ലൗസ് വരുമ്പോൾ വേണ്ടേ ഇങ്ങനെ വരും. ആ എംബ്രോയ്ഡറി തന്നെ കയ്യെ വെക്കാനായിട്ട് ആ എംബ്രോയ്ഡറിയും ബോഡിയിൽ മുട്ടായുമായിട്ട് ബ്ലൗസ്. ഇതിന് വില ഇച്ചിരി മറ്റതിനേക്കഴിഞ്ഞും കൂടുതലുണ്ട്. റേറ്റ് പറയാതെ ഒറിജിനൽ റേറ്റ് 3890 ഇപ്പോഴത്തെ വില 2590. ഇനി ബ്രാസോ സാരി ഇല്ലേ, ബ്രാസോയുടെ ഒറിജിനൽ മീൻസ് സെമി അല്ലെങ്കിൽ കോപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ഇത് ഒറിജിനൽ ബ്രാസോയാണ്. നമ്മളെല്ലാ സാരിക്കും വരുമല്ലോ ഇങ്ങനെ കോപ്പി സാരി കോപ്പി ആയിട്ട് വരുമല്ലോ. ഇത് ഒറിജിനൽ ബ്രാസോ. എന്നാ രസമാണ് ബ്രാസോ സാരി. പിന്നെ പണ്ടേ എല്ലാവരുടെയും ഡിമാൻഡായിട്ടുള്ള ഒരു ഐറ്റമാണ്. എന്നിട്ട് ബ്രാസോയിൽ ഇത് കണ്ടോ എൻ്റെ ഭാഗത്ത് എംബ്രോയ്ഡറി ചെയ്തിരിക്കുക. ബ്രാസോ സാരി എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ ആ പ്രിൻറ്റിങ്ങിലുള്ള വ്യത്യാസമാണ് ബ്രാസോ എന്ന് പറയുന്നത്. കണ്ടോ ഇങ്ങനെ ഇരിക്കും.
ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അതിൻ്റെ അടിയിൽ നിറച്ചും ചുറ്റും എംബ്രോയ്ഡറി ചെയ്തിരിക്കുക. മുന്താണി വരുമ്പോൾ വേണ്ട ഇങ്ങനെ ബ്രാസോയുടെ ഈ കോപ്പി ആയിട്ടുള്ള സാരികൾ 800 രൂപ ആ ഒരു റേഞ്ച്, 800 രൂപ, 1000 രൂപ, 1100 രൂപയ്ക്കൊക്കെ കിട്ടുന്ന, പക്ഷെ അത് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇത് ഒറിജിനലാണ് കിട്ടുന്നത്. 800 രൂപ ഇല്ല, 300 രൂപ തൊട്ടുള്ളതുണ്ട് കേട്ടോ. ഇത് ബ്ലൗസ്. ഇത് വരുന്ന കളറ് ബ്ലാക്കും കോപ്പറും കൂടെ, എല്ലാത്തിനും കോപ്പറാണ് വരുന്നത്. ബ്ലാക്കിലാണ് ഇതിൻ്റെ കോപ്പർ വന്നിരിക്കുന്നത്. ഉണ്ടോ, ബോർഡർ ഉണ്ടോണേ. ഇന്ന ഒരു സ്റ്റാൻഡേർഡ് ഫീലാണെന്നറിയാം. ബ്രാസോയ്ക്ക് എവർഗ്രീൻ എന്ന് പറയുന്ന പോലെ എവർ ഡിമാൻഡുള്ള ഒരു ഐറ്റമായി ബ്രാസോ. ഇതിൻ്റെ ഷോളാട്ടെ, ചുരിദാർ മെറ്റീരിയൽ ആട്ടെ, സാരി ആട്ടെ, എന്തിനും നല്ല ഡിമാൻഡാണ്. വില 1590. ഞാൻ എന്തിനാ ഇപ്പോൾ പറയുന്നത്, സ്ക്രീനിൽ ഉണ്ടല്ലോ അല്ലേ. 2590 സാരിയാണ്. ഇപ്പോഴത്തെ വില 1590. ഇനി അതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാവേ. ഗ്രീൻ, സെയിം സാരി തന്നെ, കളർ മാത്രം വ്യത്യാസം. നല്ലൊരു ഗ്രീനാണ് കേട്ടോ. ഭയങ്കര ഓവറായിട്ട് തെളിഞ്ഞ് നിൽക്കുന്ന ഗ്രീനല്ല, എന്നാൽ ഡാർക്ക് ബോട്ടിൽ ഗ്രീനും അല്ല. നല്ലൊരു ഗ്രീന്. നേവി ബ്ലൂ. ഇത് ഫുള്ള് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാർട്ടിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്കാണ്. എന്താ ഇത് മാത്രം 2 ഉണ്ട്. റോയൽ ബ്ലൂ, ആ ടൈപ്പ് സാരി തീർന്നു. ഇതെല്ലാം ഇത് മാത്രം 2 പീസുണ്ട്, വേറെ ഒന്നുമില്ല, ഒറ്റ പീസിന് മേളിലോട്ടുള്ളത്. ഇനി അടുത്ത ഒരു സാരി ടസർ ജ്യൂട്ട്. എല്ലാവർക്കും കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പോൾ ഭയങ്കര പ്രിയങ്കരമാണ്. അല്ലെങ്കിൽ തന്നെ ഇത് ഷോപ്പിലൊക്കെ ആണെങ്കിലും ഡയറക്റ്റ് വരുന്ന കസ്റ്റമേഴ്സ് മുഴുവൻ മേടിക്കുന്ന ഇതിൻ്റെ സ്റ്റഫിനാണ് ഏറ്റവും കൂടുതൽ എടുപ്പ് കിട്ടുന്നത്. പ്രിൻറ്റോ അതിൻ്റെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമല്ല, സ്റ്റഫിനാണ് എടുപ്പ് കിട്ടുന്നത്. ഇത് പ്രിൻ്റ് അല്ല, ഇത് മൊത്തം വീവിങ്ങാണ്. ഈ കാണുന്നത് കണ്ടോ, ഇത് ഫുള്ള് വീവ് ചെയ്തിരിക്കുക. ബോഡിയിലെ ഈ ഒരു ഡിസൈൻ മൊത്തം വീവ് ചെയ്തിരിക്കുക. ടസർ ജ്യൂട്ട് മെറ്റീരിയൽ കേട്ടോ. നല്ല കോപ്പർ ഇതിൽ വീവ് ചെയ്തിരിക്കുന്ന മുന്താണി. ബ്ലൗസ് വരുമ്പോൾ വേണ്ടേ ഇങ്ങനെ വരും. ഈ ഒരു പ്രിൻ്റ് ഇച്ചിരി കൂടെ ഈ ബോഡിയിലെ പ്രിൻറ്റുമായിട്ട് ചെറിയൊരു വ്യത്യാസത്തിലാണ് ബ്ലൗസിൻ്റെ പ്രിൻറ്റ്. ബ്ലൗസ് അല്ലേ, മുന്താണി വരുമ്പോൾ വേണ്ടേ കണ്ടോ ഇങ്ങനെ. ഇത് ഫുള്ള് മുന്താണി, നല്ല ഭംഗിയാണ്. സ്റ്റഫിനാണ് അതിൻ്റെ ഡിമാൻഡ് മൊത്തം. പിന്നെ ഇത് വീവിങ് സാരിയാണ്, അല്ലാതെ പ്രിന്റഡ് അല്ല. മെറ്റീരിയൽ ടസർ ജ്യൂട്ടാണ്. റേറ്റും കൂടെ നമുക്ക് നോക്കാം. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റം. അടുത്ത സാരി ആദ്യം കാണിച്ചത് പൗഡർ ബ്ലൂവിൻ്റെ ഷെയ്ഡാണ്. ഇത് പീച്ച് കണ്ടോ. നിങ്ങൾ ആ സ്റ്റഫ് ഒന്ന് നോക്കിയാൽ സ്റ്റഫ് കാണാൻ പറ്റുന്നുണ്ടോ കറക്റ്റായിട്ട്? നല്ല ഭംഗിയാണ് സ്റ്റഫ്. ടസർ ജ്യൂട്ടിൻ്റെ ആ കറക്റ്റ് സ്റ്റഫാണ്. ഇതിൻ്റെ വിലയില്ലേ, ഞാൻ അതിൻ്റെ ആദ്യത്തേന് വില പറഞ്ഞു. ഇപ്പോഴത്തെ വില 1590. ഇത് വരും മുന്താണി കണ്ടോ. സെയിം മറ്റേ സാരി തന്നെ സെയിം. ഇതിന് കളർ മാത്രം ചേഞ്ച്. ഇനി സെയിം സ്റ്റഫ് തന്നെ, പ്രിൻറ്റിൽ വ്യത്യാസം. പ്രിൻറ്റിലല്ല, ഡിസൈൻ, ബോഡിയിലെ ഡിസൈനിൽ വ്യത്യാസം. റേറ്റും ബാക്കി കാര്യങ്ങളും എല്ലാം സെയിം ആണ്. ഇത് കണ്ടോ, പിസ്ത ഗ്രീൻ. ഇതെല്ലാം വീവിങ് ആട്ടോ, ഒന്നും പ്രിൻ്റ് അല്ലേ. സെയിം കണ്ടോ. ഈ ബോഡിയിലെ പ്രിൻറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. മുന്താണി സെയിമാ. ഈ ബ്ലൗസ് കാണിച്ചു തരാവേ. ഇത് വരും ബ്ലൗസ് വരുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ലൈൻസ് പോലെ ചെറിയൊരു ഡിസൈനിലൊരു വ്യത്യാസം, അത്രേ ഉള്ളൂ ബ്ലൗസ്. നിങ്ങൾക്കിത് വേറെ ബ്ലൗസ് ഇടണ്ട, ആ ബ്ലൗസ് ഇടുന്നതല്ല. എപ്പോഴും ആ ജൂട്ടിൻ്റെ ടസറിൻ്റെ എല്ലാ ഒരു സ്റ്റഫിന് എപ്പോഴും വേറെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലത്തെ തന്നെ സ്റ്റഫുള്ള ബ്ലൗസിന് മെറ്റീരിയൽ എടുക്കണം, കോൺട്രാസ്റ്റ് ഒക്കെ ഇടണമെങ്കിലേ. ഇതിപ്പോൾ പിസ്ത ഗ്രീന്. അടുത്തത് പാരറ്റ് ഗ്രീൻ. നല്ല വില കൂടിയ സാരി, അതായത് 2590 ഒറിജിനൽ റേറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു 3000-4000 ഫീല് തോന്നിക്കുന്ന അത്ര സാരി കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞ ടസർ ജ്യൂട്ടല്ലേ ഐറ്റം. പിന്നെ വീവിങ് സാരിയാണ്, ഒന്നുപോലും പ്രിൻ്റ് അല്ല. ഇതെല്ലാം സിംഗിൾ പീസസേ ഉള്ളൂ കേട്ടോ. ഇതിനൊന്നും ഡബിൾ പീസസ് ഇല്ല. മസ്റ്റാർഡ് യെല്ലോ.
മുന്താണി. ബ്ലൗസ് കാണിച്ചില്ലേ മുമ്പേ, ഇത് ബ്ലൗസ്. ഇങ്ങനെ ഒരു ലൈൻസ് പോലെ വരുന്ന ബ്ലൗസ്. ഇനി അടുത്തത് ദേന. എറണാകുളംകാർക്കൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും. ദേന എറണാകുളത്ത് ഇതേ കണ്ടോ, അല്ലെങ്കിൽ ഇതേ നമ്മൾ പറയില്ലേ, ഇതേ ഇന്നാന്ന് പറയല്ലേ. ഞങ്ങളുടെ കോട്ടയത്തിലാണെങ്കിൽ ഇങ്ങനെ പറയും, ഇതാ ഇന്ന് പറയുന്നത്. അവിടെ പറയുന്ന ദേന. ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡ്, ലാവണ്ടറും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ഇതാ മുന്താണി. ബ്ലൗസ് അതെ, ഇതാണ് ബ്ലൗസ്. സ്റ്റഫ് സൂപ്പർ സ്റ്റഫ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു വലിയ പ്രീമിയം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പ്രീമിയം സാരീസ് ഇനി പുറകെ വരുന്നുണ്ട്, വളരെ പ്രീമിയം ആയിട്ടുള്ള, അത് 5000-6000 റേഞ്ചിലുള്ളത്. പ്യുവർ ടെസർ, അതൊക്കെ ഒറ്റ പീസേ ഉള്ളൂ, നമ്മളത് സോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതൊക്കെ ഒറ്റ പീസസേ ഉള്ളൂ, നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിച്ചോളുക. ഞാൻ ഇത് നിങ്ങൾ നേരിട്ട് കണ്ടാൽ വാങ്ങിക്കുന്നെങ്കിൽ എനിക്ക് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, നിങ്ങൾ കാണുമ്പോഴേ നിങ്ങളിത് വാങ്ങിക്കും. കാരണം അത്രയും നല്ല സ്റ്റഫാണ്, വീവിങ് സാരിയാണ്. പിന്നെ നമ്മളിത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ, ഒറ്റ പീസേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഡിസ്കൗണ്ട് സെയിൽ കാണിച്ചപ്പോൾ പലരും റീസ്റ്റോക്ക് വരുമോ ഇങ്ങനെ ചോദിച്ചു. നമ്മളൊരിക്കലും ഡിസ്കൗണ്ട് സെയിലിന് ഇടുന്നത് റീസ്റ്റോക്ക് വരില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റ പീസാക്കി അതിൻ്റെ വിൽപ്പന അവസാനിപ്പിക്കുമ്പോഴാണ് നമ്മളത് ഡിസ്കൗണ്ട് സെയിലിലേക്ക് വിടുന്നത്. പിന്നെ അത് റീസ്റ്റോക്ക് വരില്ല. പുതിയ ഇന്നലെ വന്ന അല്ലെങ്കിൽ കഴിഞ്ഞ മാസം വന്ന ഐറ്റംസ് മാത്രമേ റീസ്റ്റോക്കൊക്കെ വരുള്ളൂ. അപ്പോൾ ഇതിന് റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിതിൻ്റെ ഡാമേജ് ചെക്ക് എല്ലാം ചെയ്ത് ഇൻഷുർ ചെയ്തിട്ടാണ് നമ്മളിത് ഓൺലൈനിൽ കാണിക്കുന്നത് പോലും. പിന്നെ എത്രയും വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ വാങ്ങിച്ചോ. പിന്നെ ആകപ്പാടെ ഇത്രയും പീസസേ ഉള്ളൂ, ഒത്തിരി ഘോരം പറഞ്ഞിട്ടും കാര്യമില്ല. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.